ഹായ് ഗായ്സ്, എല്ലാവർക്കും വണക്കം. ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞോ? അതായത് കാശ്മീരിൽ, ന്യൂഡൽഹി കാശ്മീരിൽ 2019 മുന്നേ തീവ്രവാദികൾ അന്വേഷിച്ച് സൈന്യം, അതായത് നമ്മുടെ ആർമി അങ്ങോട്ട് പോകുമ്പോൾ, ഇന്ത്യൻ ആർമി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് സൈന്യവാഹനത്തിന് നേരെയും സൈന്യത്തിന് നേരെയും കല്ലെറിയുന്നൊരു സംഭവം. എല്ലാവരും കണ്ടതായിരിക്കും. പക്ഷെ അത് എന്തിനാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യുവാക്കൾ സ്വയം അങ്ങനെ അവരോടുള്ള ദേഷ്യത്തിന് കല്ലെറിയുകയാണോ എന്ന്? അല്ല, അവർ സ്വയം ആർമിയോട് ദേഷ്യപ്പെട്ടിട്ടോ ദേഷ്യമുണ്ടായിട്ടോ ഒന്നുമല്ല, വിരോധം ഉണ്ടായിട്ടോ വ്യക്തി വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല. അവർക്ക് ഓരോ ഏറിനും 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. 2-3 മണിക്കൂർ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അറിയോ? ഒരു യുവാവിന് 1000 രൂപ കിട്ടുന്നുണ്ട്. 2-3 മണിക്കൂർ എറിഞ്ഞാൽ മതി. അങ്ങനെ ഏറിന് ചെല്ലുമ്പം എത്ര പേരാണ്, എത്ര യുവാക്കളാണ്? 1000 രൂപ കിട്ടില്ലേ? അപ്പം അത് ആ യുവാക്കൾ സ്വയം ഇഷ്ടത്തിനല്ല, അവർക്ക് പൈസ വേണം, ക്യാഷ് വേണം. അപ്പോൾ അവർ ഈ കൂട്ടത്തിൽ ചേർന്നിട്ട് സൈന്യത്തിന് നേരെ എറിയാണ്. 1000 രൂപയാണ് എറിഞ്ഞാൽ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ തീവ്രവാദികൾക്ക് എവിടുന്നാണ് ഇത്രയും കാശ്? എത്ര പൈസ ഉണ്ടായിരിക്കും? ഇത് ഒരു യുവാവിൻ്റെ വെളിപ്പെടുത്തലാണ്. കാശ്മീരിലെ ഒരു അവതാരകൻ ആ യുവാവുമായി അഭിമുഖം ചെയ്തപ്പോൾ ആ യുവാവ് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. സൈന്യം വരുമ്പോൾ, സൈന്യത്തിൻ്റെ വാഹനം വരുമ്പോൾ കല്ല് എറിയുക. ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. സൈന്യത്തിൻ്റെ വാഹനമോ സൈന്യത്തിനെ കാണുമ്പോൾ കല്ലെറിഞ്ഞ് ഓടിക്കുക. സൈന്യം നിർത്താതെ ഓടലാണ്, ഓടിപ്പിച്ച് പോകല. നിങ്ങളും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? അപ്പോൾ അവിടുത്തെ 370-ാം പ്രത്യേക പദവിയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. 2014 ശേഷമായിട്ട് തോന്നുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്നു. 2019 വരെ ആ ഒരു പദവി ഉണ്ടായിരുന്നത്. 2019 ശേഷം ആ പദവി എടുത്ത് മാറ്റിയപ്പം ഇപ്പം കാശ്മീർ പ്രത്യേക സുരക്ഷയായി, ഒരുപാട് സൈന്യം ഇറങ്ങി. ഇപ്പം ആ യുവാവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതായത് നടപടികളൊക്കെ കർശനമാക്കി. ഇപ്പോൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കാം, ആരും പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട, കല്ലെറിയേണ്ട, ഒന്നും വേണ്ട, സുഗമമായിട്ടിവിടെ ജീവിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? തീവ്രവാദികൾ കിടന്ന് അഴിഞ്ഞാടുമായിരിക്കും അല്ലേ? എന്താണ് അവസ്ഥ? നമ്മൾ എന്താ പറയുക, തീവ്രമായ ചിന്തകൾ മനസ്സിലിട്ട് നടക്കുന്നവരുടെ ഈ പറയണത്. അങ്ങനൊന്നും ഒരിക്കലും പാടില്ല. നമ്മൾ സ്വയം മനുഷ്യനാണ്. നമുക്ക് കുത്തിയാൽ നോവും, മുറിവായാൽ ബ്ലഡ് വരും, ബ്ലഡിൻ്റെ കളർ റെഡാണ്, ചുവപ്പാണ്, എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒരുപോലെയാണ്. ആർക്കും മാറ്റമില്ല. ആർക്കെങ്കിലും മാറ്റമുണ്ടോ? ഏതൊരു മനുഷ്യന് മാറ്റമുണ്ടോ? മാറ്റമുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും ദ്രോഹിക്കാതെ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ദൈവത്തിന് തുല്യമാണ്. കാട്ടാളിനും തീവ്രവാദിയായാലും നല്ലവനും എല്ലാവരും ദൈവത്തിന് ഒരുപോലെയാണ്. അവിടെ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അവനവന് കിട്ടുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക, ഒന്ന് നന്നാവുക. അപ്പോൾ ആരോടെ വിദ്വേഷം? ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് എന്തിനാണ് അങ്ങനെ വിദ്വേഷം? അപ്പോൾ പിന്നൊരു കാര്യം, ആരും തികഞ്ഞവരല്ല. അവർ വേറൊരു സത്യമില്ല. ആരും തികഞ്ഞവരുമല്ല. ആരെങ്കിലും ഈ ഭൂമിയിൽ തികഞ്ഞവരും ആരെയും ഉണ്ടോ? എല്ലാം തികഞ്ഞു എന്ന് പറയാൻ ആർക്കെങ്കിലും അർഹത ഉണ്ടോ? ആർക്കില്ല. അവനവന് അറിയാം അവനവൻ്റെ കുറവുകൾ. അതും മനസ്സിലാക്കി ജീവിക്കുമ്പം എവിടെയും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരെയും ഉപദ്രവിക്കാനും പോവില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോട് ജീവിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ഞാനൊരു ന്യൂസ് കണ്ടപ്പോഴാണ് ഇത് പറഞ്ഞത്. ഇത് എത്ര പേര് കണ്ടു, എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല. എന്നാലും അറിയുന്നവരൊന്ന് കമൻറ്റ് പറയാം. അറിഞ്ഞവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. ഓക്കെ, ബൈ.